ഹലോ ഫ്രണ്ട്സ്, നമ്മൾ വീട്ടിൽ ചൊറിയും കുത്തിയിരുന്നപ്പോഴത്തേക്കാണ് അനിയൻ പറഞ്ഞപ്പോൾ ആ ഒരു ഹിഡൻ സ്പോട്ടുണ്ട്, ബീച്ചൊക്കെ ഉണ്ട് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും വരച്ച് കാറിലിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി. പടക്കം ഇട്ട് ഭയങ്കര ഓളടിച്ച് ഇങ്ങനെ അങ്ങ് പോകായിരുന്നു. ഞങ്ങൾ ചങ്ങനാശ്ശേരിയിലായതുകൊണ്ട് വലിയ ദൂരമൊന്നും കണ്ടില്ല. ആലപ്പുഴ തോട്ടപ്പള്ളിയിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അവിടെ ഏകദേശം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും കുറേ കൊക്കൊക്കെ ഇങ്ങനെ പറക്കുന്നുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചു ഇതെന്തോ ഇതിന് മാത്രം കൊക്ക് ഈ ബീച്ചിൽ. ഇത് ഹാർബറാണ് കേട്ടോ. അപ്പോഴാണ് അവിടെ കണ്ടത് ചെമ്മീൻ ഉണങ്ങായിട്ടേക്കുന്നത്. ചെമ്മീൻ തിന്നുന്നവർ ശ്രദ്ധിക്ക്, ഈ കൊക്കൊക്കെ തിന്നതിൻ്റെ ബാക്കി നമ്മൾ തിന്നുന്ന കേട്ടോ. ഇതുപോലെ നല്ല മണലിങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ആദ്യം കയറിയപ്പോൾ തന്നെ താഴ്ത്തു പോയി. പക്ഷേ എൻ്റെ ടോപ്പ് ചെന്നപ്പോഴത്തേക്കും കാട്ടിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം ചൂടും, പിന്നെ പെട്ടെന്ന് തന്നെ വൈകുന്നേരം ആകുന്ന പോലെ തോന്നി. ഒരു ബൊഗൈൻവില്ലയുടെ പൂ പറിച്ചുകൊണ്ട് പോയതുകൊണ്ട് അതും കൊണ്ടുള്ള ഷോ ആയിരുന്നു. പിന്നെ ഒരു വലിയ കടലാമ്പ, ഇതിനകത്ത് ചെറുതായിട്ട് ഒന്നിപ്പിച്ച് വീട്ടിലായിരുന്നു കേട്ടോ. നല്ല മണമുണ്ടായിരുന്നു, ചത്ത് കിടക്കുമായിരുന്നു. പിന്നെ ഈ ബോട്ടൊക്കെ ഇങ്ങനെ അടുക്കി ഇട്ടേക്കുന്ന അവിടെ നല്ല ഭംഗിയുണ്ടായിരുന്നു. കടലിൻ്റെയൊക്കെ സൈഡിലായിട്ടത് കടലിൻ്റെ ആ നടുക്കൂടെ ഒരു വഴിയുണ്ട്, നമുക്ക് അവിടെ പോകാൻ പറ്റും കേട്ടോ. പിന്നെ ഇങ്ങനെ കടലിൻ്റെ ഫ്രണ്ടിൽ കിടന്ന് കുറേ ഫോട്ടോയും വീഡിയോയും കുറേ നണ്ടൊക്കെ അവിടെ നിന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. നല്ല ഷോ ഓഫ് ആയിരുന്നു. പിന്നെ ആ വഴി കൂടെ നേരെ നടന്നു പോയി. അപ്പുറത്ത് ഇപ്പുറത്ത് നല്ല തിര അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സൂക്ഷിച്ച് നിന്നില്ലെങ്കിൽ ദേഹത്തെല്ലാം വെള്ളം വരും. പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും പിന്നെ എന്തൊക്കെയോ അവിടെ നിന്ന് കാട്ടിക്കൂട്ടുന്നുണ്ടായിരുന്നു. ലാസ്റ്റായപ്പോൾ സൂര്യാസ്തമയമൊക്കെ കണ്ട് സൂര്യൻ്റെ കയ്യിലും കാലിലൊക്കെ എടുത്ത് ഇങ്ങനെ തിരിച്ചു പോകും. അപ്പോൾ ആണ്ട് അവിടെ ഒരു പട്ടിനെ കണ്ട്, ഒരു കുഞ്ഞു പട്ടി. അതാണെങ്കിൽ അതിനേക്കാളും വലിയൊരു ഏതോ ഒരു മീനിൻ്റെ വാലും കടിച്ചു പൊടിച്ചുകൊണ്ട് ഞങ്ങളെ കണ്ടപ്പോഴത്തേക്കതാണ് ഓടി അങ്ങ് പോയി. പിന്നെ അവിടെ നേരെ തിരിച്ച് വീട്ടിലോട്ട്. അപ്പോൾ ശരി, ബൈ.